ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. MOPയുടെ 29ാമത്തെ എപ്പിസോഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ പറയുമ്പോൾ ചില ഇത് സ്ലിപ്പ് ചെയ്തു പോയിരുന്നു. അതായത് നമ്മൾ പിന്നെ ഡിസ്പോസലുകൾ ഡിസ്പോസലുകൾ നമ്മൾ അക്ഷരങ്ങൾ കുറേ ഉപയോഗിക്കാറുണ്ടല്ലോ. അത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. അപ്പൊ ഡിസ്പോസൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തീർപ്പാക്കൽ. അപ്പൊ ഈ തീർപ്പാക്കലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് ആർ ഉണ്ട്, ഡി ഉണ്ട്, എൽ ഉണ്ട്, എൻ ഉണ്ട്, എഫ് ഉണ്ട്, എക്സ് ഉണ്ട്, എക്സ് എൻ ഉണ്ട്, എക്സ് എൽ ഉണ്ട്. ഇങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ വെച്ചിട്ട്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഡി ഡിസ്പോസൽ ആണ് സ്ഥിരമായി സൂക്ഷിക്കേണ്ടത് എന്ന് പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഡി ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല ഡിസ്പോസൽ ആണ്, പക്ഷേ അത് 10 വർഷത്തിന് ശേഷം നശിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ട്രോയ് എന്ന വാക്കിന്റെ ചുരുക്കമാണ് ഡി. ഇപ്പൊ ആറാണ് ശരിക്കും സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഡിസ്പോസൽ എന്ന് പറയുന്നത്. ആർ ഡിസ്പോസൽ ആണ്. അതിന് നിത്യ ഡിസ്പോസൽ, റീറ്റെയിൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുക. ആർ ഡിസ്പോസലിന് റീറ്റെയിൻ. എന്നാൽ ഈ ആറും ഡിയും രണ്ടും, ആർ ആൻഡ് ഡി ഡിസ്പോസലുകളാണ് ശരിക്കും ഇൻഡെക്സ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളത്. 10 വർഷത്തിന് മേലെ സൂക്ഷിക്കേണ്ടതും നിത്യവും സ്ഥിരമായി സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ആർ ആൻഡ് ഡി ഡിസ്പോസലുകളാണ് നമ്മൾ സ്ഥിരം ഇൻഡെക്സ് ചെയ്യേണ്ടത്. ഈ രണ്ട് ഡിസ്പോസലുകൾ ആറും ഡിയുമാണ് നമ്മൾ ബ്രൗൺ പേപ്പറിൽ കവർ ചെയ്ത് സൂക്ഷിക്കേണ്ട ഡിസ്പോസലുകൾ. ഇനി എല്ല് എന്ന് പറയുന്നത് 1 വർഷത്തിന് ശേഷം നശിപ്പിക്കാവുന്നതാണ്. പിന്നെ പിന്നെ കെ ഇതൊക്കെ ഞാൻ പറയാം. എൻ എന്ന് പറയുന്നത് അത് ആ ഓഫീസിൽ സൂക്ഷിക്കുകയേ വേണ്ട, ഉടൻ ഡിസ്പോസലിൽ ഒറിജിനൽ തന്നെ മുടക്കും. അതാണ് എൻ ഡിസ്പോസൽ. ഞാൻ ഉദാഹരണമൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഒരു കാര്യങ്ങൾ ഒരു അപേക്ഷ പോലെ വന്നു, അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതാണെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ അതിൻ്റെ മറുപടി എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവ് എഴുതിയിട്ട് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ ഫയൽ ചെയ്യേണ്ട ഡിസ്പോസലിനാണ് എഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ട, എക്സ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ രജിസ്റ്റർ ചെയ്യാണ്ട് തന്നെ പുറത്തേക്ക് അയക്കുക. ആ ഡിസ്പോസൽ അവിടെ രജിസ്റ്റർ ചെയ്യാതെ പുറത്തേക്ക് അയക്കുക. എക്സൽ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ട, പക്ഷെ അവിടെ സൂക്ഷിക്കണം. അതാണ് എക്സൽ ഡിസ്പോസൽ. അപ്പൊ അതാണ് പ്രധാനമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് പറയട്ടെ. ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു തുടങ്ങാണ്, സ്പീഡിൽ പറയും. അത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അങ്ങ് ഒഴിവാക്കും പറയും. ഓക്കെ, ഒരു വ്യക്തിഗത പേപ്പറുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിലെ എൻട്രിയെ എന്ത് വിളിക്കുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അത് ഞാൻ ഇംഗ്ലീഷിൽ കൂടി പറയേണ്ടതായിട്ട് വരും. ദ എൻട്രി ഇൻ ദ ഇൻഡെക്സ് റിലേറ്റിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ പേപ്പർ. വളരെ ഇമ്പോർട്ടൻ്റാ. റിലേറ്റിംഗ് ഇറ്റ് ടു ആൻ ഇൻഡിവിജ്വൽ പേപ്പർ. അതായത് ഒരു വ്യക്തിഗത പേപ്പറുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിലെ എൻട്രി എന്ത് വിളിക്കുന്നു? അത് ടൈറ്റിലാണ്. വേറെ എന്തൊക്കെ പറഞ്ഞാൽ ഈ വാചകം കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇൻഡെക്സ് റിലേറ്റിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ പേപ്പർ, റിലേറ്റിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ പേപ്പർ എന്ന് കണ്ടാൽ അതിന്റെ ആൻസർ ടൈറ്റിലാണ്. ആ എൻട്രിക്ക് ടൈറ്റിൽ എന്നാണ് പറയുക. അടുത്ത ചോദ്യം, കേസുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഏത് തലക്കെട്ടിന് കീഴില്? സ്യൂട്ടുകൾക്ക് കീഴിലാണ്. സ്യൂട്ട്സ് അല്ലേ? SUITS. കോടതി വ്യവഹാരങ്ങളാണ് പറയുന്നത്. അത് സ്യൂട്ട്സ് എന്ന തലക്കെട്ടിന് കീഴിലാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. കോടതിയുമായി ബന്ധപ്പെട്ട AS എന്ന ചുരുക്കപ്പേര് എന്തിനെ സൂചിപ്പിക്കുന്നു? AS എന്ന് പറഞ്ഞാൽ അപ്പീൽ സ്യൂട്ടാണ്. അപ്പീൽ സ്യൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അപ്പീൽ നൽകിയ കേസുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചുരുക്കപ്പേരാണ് AS. അടുത്ത ചോദ്യം, ഇൻഡെക്സ് ശീർഷകങ്ങൾ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? അത് സൂപ്രണ്ടാണ്. ഇൻഡെക്സിങ് കൃത്യമായി നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്രണ്ടാണ്. അടുത്ത ചോദ്യം, പബ്ലിക് സർവീസ് കമ്മീഷനെ അഭിസംബോധന ചെയ്യുന്നത്
ഏത് ഫോമിലാണ് ആശയവിനിമയം ഏത് രൂപത്തിലാണെന്നാണ് ചോദിച്ചത്. ആരെയാന്നല്ല, ആശയവിനിമയം ഏത് രൂപത്തിലാണ്. അപ്പോൾ ലെറ്റർ ഫോമിലാണ് PSCയെ അഭിസംബോധന ചെയ്യേണ്ടത്. അതായത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പുറത്തുള്ള അതോറിറ്റികൾക്ക് കത്തുകൾ അയക്കുമ്പോൾ സാധാരണ ലെറ്റർ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ മറ്റൊരു ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ആശയവിനിമയ തരം, അതും ലെറ്റർ ഫോർമാറ്റിൽ അകത്ത് കൊടുക്കാം. ഒരു ഓഫീസർ അടുത്ത ഒരു ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ലെറ്ററാണ് അയക്കുക. അടുത്തത്, ഒരു ഓഫീസ് മേധാവി തന്റെ നിയമപരമായ അധികാരം ഉപയോഗിച്ച് തീരുമാനങ്ങൾ രേഖപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ഉപയോഗിക്കുന്ന കത്തിന്റെ രൂപം എന്താണ്? ഒരു ഓഫീസ് മേധാവി തന്റെ നിയമപരമായ അധികാരം ഉപയോഗിച്ച് ഒരു ഉത്തരവിടാൻ അധികാരം അയാൾക്കുണ്ടാവും. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ അയാൾക്കുണ്ടാവും. അങ്ങനെയുള്ള പവർ ഉപയോഗിച്ച് അയാൾ തീരുമാനം എടുത്തൊരു കത്തുണ്ടാക്കി. ആ കത്തിന്റെ രൂപത്തിന് പറയുന്ന പേരെന്താണെന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പ്രൊസീഡിങ്സ് ഫോം. അപ്പോൾ ഓഫീസിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ രേഖപ്പെടുത്താനും അത് ഉത്തരവായി പുറപ്പെടുവിക്കാനും പ്രൊസീഡിങ്സ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രൊസീഡിങ്സ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ മുകളിൽ ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നടപടിക്രമം, ഹാജർ, അതാണ് മലയാളം. അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് എന്താ? പ്രൊസീഡിങ്സ് ഓഫ് ദി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കണ്ണൂർ. അത് ഹെഡിങ്ങിൽ അത് തന്നെ ഉണ്ടാവും, പ്രൊസീഡിങ്സ്. അപ്പോൾ അദ്ദേഹത്തെ ഒരാളെ നിയമിക്കുകയാണ്, ഒരു ഹൈസ്കൂൾ അധ്യാപകനെ PSC വഴി നിയമിച്ച് അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റി DD ആണ്. അപ്പോൾ DD കൊടുക്കുമ്പോൾ അയാൾ നടപടിക്രമമായിട്ടാണ് വരുന്നത്, ഉത്തരവാക്കിയിട്ടാണ് വരുന്നത്. അതിനാണ് നമ്മൾ പ്രൊസീഡിങ്സ് ഫോം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചാർജ് മെമ്മോകളും കാരണം കാണിക്കൽ നോട്ടീസുകളും ഏത് രൂപത്തിലായിരിക്കും? ചാർജ് മെമ്മോ, കാരണം കാണിക്കൽ നോട്ടീസൊക്കെ മെമ്മോറാണ്ടം ഫോമിലായിരിക്കും. നമ്മൾ ഈ ചുരുക്കി പറയാറില്ലേ, മെമ്മോ കൊടുത്തു എന്ന്. അത് മെമ്മോറാണ്ടം ഫോർമാറ്റ് ആണ് അത് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അച്ചടക്ക നടപടികളോ മറ്റോ സംബന്ധിച്ച് നോട്ടീസ് നൽകാൻ വേണ്ടി മെമ്മോറാണ്ടം ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പേപ്പറിന്റെ പകർപ്പ് അഭിപ്രായങ്ങൾക്കായി ഒരു കീഴുദ്യോഗസ്ഥന് അയക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആശയവിനിമയം ഏത് തരമാണ്? കീഴുദ്യോഗസ്ഥന് അയക്കുമ്പോൾ അത് നമ്മൾ എൻഡോഴ്സ്മെന്റാണ്. കീഴുദ്യോഗസ്ഥന് അയക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എൻഡോഴ്സ്മെന്റാണ്. ഞാൻ ഇന്നലെ അതിന് ഉദാഹരണം പറഞ്ഞിരുന്നു. സംസ്ഥാനത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സർക്കുലർ വിട്ടു. അപ്പോൾ അത് ആദ്യം എത്തി ഇവിടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ DD ഓഫീസിലെത്തി. അവിടെ നിന്ന് താഴേക്ക് കൊടുക്കണം. അപ്പോൾ ഈ സർക്കുലറിന്റെ പുറത്ത് ഒരു എൻഡോഴ്സ്മെന്റ് എഴുതിയിട്ടാണ് താഴേക്കുള്ള എല്ലാ ഓഫീസുകളിലേക്കും വിടുക. സർക്കുലർ ഇതോടൊപ്പം അയക്കുന്നു, വേണ്ട രീതിയിൽ സർക്കുലർ പ്രകാരം കാര്യങ്ങൾ നടത്താവേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു നിർദ്ദേശമായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് കീഴുദ്യോഗസ്ഥന് അയക്കുന്ന ഒരു ആശയവിനിമയം, അതിനാണ് നമ്മൾ അതിൽ എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയാം. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുജനങ്ങളിൽ ഒരാളെയോ ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ കാർക്കശ്യമില്ലാതെ അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോൾ ഏത് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത്? അതിനാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. അതായത് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ കാർക്കശ്യമില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്? വേർ ആൻ ഓഫീസർ ഓഫ് എ മെമ്പർ ഓഫ് ദി പബ്ലിക് ഹാസ് ടു ബി അഡ്രസ് വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ. വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഡെമി ഒഫീഷ്യലായി, അതായത് DO ലെറ്ററായി. DO ലെറ്ററിന്റെ ഒരു പ്രത്യേകത അതാണ്. എന്ത്? ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ യാതൊരു കാർക്കശ്യവും ഇല്ലാതെ അഭിസംബോധന ചെയ്യുന്ന കത്തായിരിക്കും അത്. അപ്പോൾ വളരെ ഔദ്യോഗികമല്ലാത്ത അല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ഉദ്യോഗസ്ഥർ തമ്മിൽ അയക്കുന്ന കത്തുകളാണ് ശരിക്കും DO ലെറ്റർ എന്ന് പറയുന്നത്. ഇനി മെമ്മോറാണ്ടം മേ ബി സൈൻഡ് ബൈ. സാധാരണഗതിയിൽ അച്ചടക്ക നടപടിയുമായിട്ട് ബന്ധപ്പെട്ട മെമ്മോകളൊക്കെ കൊടുക്കുന്നത് ആരാ? ഹെഡ് ഓഫ് ഓഫീസാ. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, മെമ്മോറാണ്ട മേ ബി സൈൻഡ് ബൈ. മെമ്മോറാണ്ട ആർക്കും ഒപ്പിടാം വേണമെങ്കിൽ, അതാണ് അതിന്റെ അർത്ഥം. സെക്ഷൻ സൂപ്രണ്ടിനും ഒപ്പിടാം വേണമെങ്കിൽ. ആ രീതിയിലാണ് അതിന്റെ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഫെയർ കോപ്പി വിഭാഗം നിലവിലുണ്ടെങ്കിൽ രേഖകൾ കൃത്യസമയത്ത് അയച്ചു എന്ന് ഉറപ്പുവരുത്താൻ നേരിട്ട് ഉത്തരവാദപ്പെട്ട ആർക്കാണ്? അത് ഫെയർ കോപ്പി സൂപ്രണ്ടിനാണ്. പറഞ്ഞതായതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. ഒരു ഫോമിലേക്ക് ഒരു ടൈപ്പിസ്റ്റ് ഒരു രേഖ പകർത്തി എഴുതുന്നതിന് മുമ്പ് അവർ എന്താണ് പരിശോധിക്കേണ്ടത്? ടൈപ്പിസ്റ്റ് ഒരു മാറ്റർ ടൈപ്പ് ചെയ്യപ്പോൾ ഓഫീസിൽ നിന്ന് എത്തിയ ഒരു മാറ്റർ, ഒരു ഡ്രാഫ്റ്റ് തന്നെ ആയിക്കോട്ടെ, ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ടൈപ്പിസ്റ്റ് പരിശോധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദ്യം.
അത് അയാൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഗസറ്റഡ് ഓഫീസറുടെയോ അല്ലെങ്കിൽ ഈ കരട് ഡ്രാഫ്റ്റ് അംഗീകരിക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ ഒപ്പ്, അതായത് കുഞ്ഞൊപ്പ്, ഡേറ്റ്, സിഗ്നേച്ചർ അടിയിലുണ്ടോ എന്നാ പരിശോധിക്കുക. ഡ്രാഫ്റ്റ് അംഗീകരിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ഡ്രാഫ്റ്റ് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പാടില്ല, ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്യാൻ പാടില്ല. അടുത്ത ചോദ്യം. ഒരു ആശയവിനിമയത്തിൽ ഓരോ ഖണ്ഡികയുടെയും പാരഗ്രാഫിന്റെ ആദ്യ വാക്ക് എഴുതുമ്പോൾ മാർജിനും വാക്കും തമ്മിൽ എത്ര ഇടം, ടൈപ്പിസ്റ്റിന്റെ കാര്യമാണ്, എത്ര ഇടം വിടണം. നമുക്കറിയാം ഒരു പാരഗ്രാഫ് തിരിക്കുമ്പോൾ ആദ്യത്തെ വരി കുറച്ച് നമ്മൾ മുമ്പോട്ട് തള്ളിയിട്ട് എഴുതി തുടങ്ങുക അല്ലേ. അതിന് എത്ര വാക്ക് ആ മാർജിനും വാക്കും തമ്മിൽ എത്ര ഇടം വിടണമെന്നാ. അതിന്റെ ഉത്തരം എന്താന്ന് പറഞ്ഞാൽ 5-6 അക്ഷരങ്ങൾക്കുള്ള ഇടം വിടണമെന്നാണ് ടൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെ പാരഗ്രാഫ് തിരിക്കുമ്പോൾ. 5-6 അക്ഷരങ്ങൾക്കുള്ള സ്പേസ് വിട്ടിട്ടാണ് പാരഗ്രാഫ് തുടങ്ങുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. ഫെയർ കോപ്പി വിഭാഗത്തിന്റെ ദൈനംദിന ജോലിഭാര രജിസ്റ്റർ, ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ ഏത് ഫോം നമ്പർ, അതായത് ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിന്റെ ഫോം നമ്പർ ഏതാണ്? അത് ആരുടേതാ? ടൈപ്പിസ്റ്റിന്റെ പ്രധാനമായിട്ട്. അപ്പൊ അത് ഫോം നമ്പർ 16 ആണ്. അടുത്ത ചോദ്യം. ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് കേസിൽ അച്ചടക്ക നടപടിയായിട്ട് ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പിടേണ്ടത് ആരാണ്? അത് ഓഫീസ് മേധാവിയാണ്. അടുത്ത ചോദ്യം. എംപിമാരിൽ നിന്നോ MLA-മാരിൽ നിന്നോ ലഭിക്കുന്ന ഒരു ഡെമി ഒഫീഷ്യൽ കത്തുകൾക്കും മറ്റു കത്തുകൾക്കും മറുപടി നൽകേണ്ടത് ആരാണ്? അത് ആർക്കാണോ കത്ത് ലഭിച്ചത് ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മറുപടി നൽകേണ്ടത്. ഹെഡ് ഓഫ് ഓഫീസിനാ കത്ത് വന്നെങ്കിൽ അയാൾ തന്നെ മറുപടി നൽകണം, അല്ല സൂപ്രണ്ടിനാ കത്ത് വന്നെങ്കിൽ അയാൾ മറുപടി നൽകണം. അടുത്ത ചോദ്യം. എക്കണോമി ലേബൽ എന്നാൽ എന്താണ്? എക്കണോമി ലെവൽ എന്ന് പറഞ്ഞാൽ അത് പറയണ്ടല്ലോ, ഒരു കവറിൽ ഒട്ടിച്ചിരിക്കുന്ന ഫ്ലാപ്പ് വീണ്ടും വീണ്ടും മാറ്റി ഉപയോഗിക്കാൻ തരത്തിലുള്ള ലേബലാണ് എക്കണോമി ലേബൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ലോക്കൽ ഡെലിവറി രജിസ്റ്ററിന്റെ ഫോം നമ്പർ എത്രയാണ്? ഫോം നമ്പർ 7 ആണ് ലോക്കൽ ഡെലിവറി രജിസ്റ്ററിന്റെ ഫോം 7. അടുത്ത ചോദ്യം. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ ഏത് ഫോമിലാണ്? നമ്മൾ ഒരിക്കൽ ചോദ്യം വന്നതാണ്. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ ഏത് ഫോമിലാണ്? ഫോം നമ്പർ 8 ആണ്. റെക്കോർഡ് സെഷന്റെ ചുമതല ആർക്കാണ്? റെക്കോർഡ് കീപ്പർക്ക്. റെക്കോർഡ് റൂമിൽ റെക്കോർഡ് ക്ലർക്കിന്റെ ഇരിപ്പിടം എവിടെയാ? മുറിയുടെ പ്രവേശന കവാടത്തിൽ തന്നെയാണ് ഇരിപ്പിടം വേണ്ടത്. ഒരു കേസ് തീർപ്പാക്കിയ ശേഷം ബന്ധപ്പെട്ട ഫയൽ ആര് വഴി റെക്കോർഡ് കീപ്പർക്ക് അയക്കണം? ഒരു കേസ് തീർപ്പാക്കിയ ശേഷം ബന്ധപ്പെട്ട ഫയല് ആര് വഴിയാണ് റെക്കോർഡ് കീപ്പർക്ക് അയക്കേണ്ടത്? അത് ഫെയർ കോപ്പി സൂപ്രണ്ട് വഴിക്കാണ്. ഓർമ്മിച്ചു വെക്കണേ, വരാത്ത ചോദ്യമാണ്. ഒരു കേസ് തീർപ്പാക്കിയ ശേഷം ബന്ധപ്പെട്ട ഫയല് എവിടെ എത്തേണ്ടത്? റെക്കോർഡ് കീപ്പർക്ക് എത്തണം. കാരണം റെക്കോർഡ് റൂമിലാണ് ആ ഫയൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് റൂമിൽ സൂക്ഷിക്കാൻ കൊടുക്കുന്ന ഫയൽ ആര് വഴിയാ പോകേണ്ടത്? അത് ഫെയർ കോപ്പി സൂപ്രണ്ട് വഴിയാണ് റെക്കോർഡ് റൂമിലേക്ക് പോകേണ്ടത്. അടുത്ത ചോദ്യം. പ്രത്യേക നടപടികളൊന്നും ആവശ്യമില്ലാത്ത എല്ലാ സർക്കാർ ഉത്തരവുകളും എന്ത് ചെയ്യണം? നടപടിയൊന്നും ആവശ്യമില്ലെങ്കിൽ ആ സർക്കാർ ഉത്തരവുകൾ അവിടെ ഫയൽ ചെയ്ത് വെച്ചാൽ മതി, ഫയൽ ചെയ്താൽ മതി. അടുത്ത്. റെക്കോർഡ് റൂമിൽ നിന്ന് എടുത്തിട്ട് എത്ര മാസത്തിൽ കൂടുതലായാലാണ് റെക്കോർഡ് കീപ്പർ ഓരോ സെക്ഷന്റെയും അരിയർ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്? ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ ക്ലർക്കുമാർ ഇപ്പോൾ ഒരു സെക്ഷൻ എടുക്കാം, ഒരു പർട്ടിക്കുലർ സെക്ഷൻ, ആ സെക്ഷനിൽ 5 പേരുണ്ട്. ആ പർട്ടിക്കുലർ സെക്ഷനിലെ 5 പേരിൽ പലരും റെക്കോർഡ് റൂമിൽ നിന്ന് ഫയലുകൾ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്തിട്ടാണ് എടുത്തത്. അങ്ങനെ എടുത്താൽ അവര് അത് ആവശ്യം കഴിഞ്ഞാൽ ഫയൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഴയ ഫയൽ എടുക്കുക. അത് എടുത്തതിന് ശേഷം ആവശ്യം കഴിഞ്ഞാൽ അവിടെ തിരിച്ചെത്തിക്കണം. അത് ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. അങ്ങനെ എത്തിച്ചിട്ടില്ല എങ്കിൽ ഓരോ 3 മാസം കഴിയുമ്പോഴും 3 മാസം കഴിയുമ്പോൾ റെക്കോർഡ് കീപ്പർ ഓരോ സെക്ഷന്റെയും അരിയർ ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അരിയർ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനാ? തിരിച്ചെത്തിക്കാത്തത് കൊണ്ടാണ്. 3 മാസം വരെ മാത്രമേ പരമാവധി ഒരാൾക്ക് അത് കഴിഞ്ഞാൽ കഴിവതും നേരത്തെ കൊടുക്കണമെന്നാണ്. അരിയർ ലിസ്റ്റ് എന്തായാലും 3 മാസം കഴിഞ്ഞാൽ റെക്കോർഡ് കീപ്പർ ഉണ്ടാക്കും. അപ്പോൾ റെക്കോർഡ് റൂമിൽ നിന്ന് എടുക്കുന്ന ഫയലുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ ഏൽപ്പിക്കേണ്ടതുണ്ട്. 3 മാസത്തിൽ കൂടുതൽ തിരികെ വരാത്ത ഫയലുകളുടെ കണക്ക്, അതാണ് അരിയർ ലിസ്റ്റ് എന്ന് പറയുന്നത്, റെക്കോർഡ് കീപ്പർ കൃത്യമായി തയ്യാറാക്കണം. എന്നിട്ട് സെക്ഷനിലെ സൂപ്രണ്ട് കൊടുക്കുകയാണ്.
അടുത്തത്, മാനേജർ അല്ലെങ്കിൽ ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ എത്ര ഇടവേളയിൽ റെക്കോർഡ് റൂം പരിശോധിക്കണം? ഈ ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ എന്ന് പറയുന്നത്, മാനേജർ എന്ന് പറയുന്നത് ഒരു കേഡറാണ് ശരിക്കും. അത് വൺസ് ഇൻ എ ക്വാർട്ടറാണ്. എന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ ഒരിക്കലാണ് ഈ റെക്കോർഡ് റൂം പരിശോധിക്കേണ്ടത്. ഹെഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ഹെഡ് റെക്കോർഡ് റൂം പരിശോധിക്കേണ്ടത് 3 മാസത്തിൽ ഒരിക്കലാണ്, ഓർ വൺസ് ഇൻ എ ക്വാർട്ടർ. അടുത്ത ചോദ്യം, പീരിയോഡിക്കൽസ് രജിസ്റ്റർ ഏത് ഫോമിലാണ്? പീരിയോഡിക്കൽസ് രജിസ്റ്റർ ഫോറം നമ്പർ 11 അതായത് ഓഫീസിലെ പീരിയോഡിക്കൽസ്, ആനുകാലികങ്ങൾ കൈകാര്യം ചെയ്തതിനായി നിശ്ചയിച്ചിട്ടുള്ള മാതൃകയാണ് ഫോം നമ്പർ 11. അടുത്ത ചോദ്യം, സ്റ്റോക്ക് ഫയലിലെ പേജുകൾ ഏത് മഷി ഉപയോഗിച്ച് നമ്പർ ഇടണം? അത് ചോപ്പ് മഷി ഉപയോഗിച്ചിട്ടാണ്. നമ്പറിങ് അങ്ങനെ മഷി ചോദിക്കുന്നത് എല്ലാം ചോപ്പ് തന്നെയാണ്. അടുത്ത ചോദ്യം, ഓഫീസിൽ ലഭിക്കുന്ന പേപ്പറുകൾ സാധാരണയായി എത്ര ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം? 5 ദിവസത്തിനുള്ളിൽ. അതാണ് 5 ഡേ റൂൾ എന്ന് പറയുന്നത്. 5 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. ഇപ്പോൾ ഓഫീസിൽ ലഭിക്കുന്ന പേപ്പറുകൾ സാധാരണയായി, അതായത് ആ പേപ്പറിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ ആ പേപ്പറിന്റെ മുകളിൽ ഒരു നടപടി എടുക്കണം എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ 5 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം പേപ്പർ. അതായത് 5 ദിവസം കൈ വെച്ചോണ്ടിരിക്കാവുന്നല്ല അതിന്റെ റൂള് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു പേപ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫയൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിലൊരു നടപടി എടുക്കണം. അത് മാക്സിമം 5 ദിവസത്തിനുള്ളിൽ അതിലൊരു നടപടി എടുക്കണമെന്നാണ് വ്യവസ്ഥ. അതിനാണ് 5 ഡേ റൂള് എന്നൊക്കെ പറയുന്നത്. അതായത് അനാവശ്യ താമസം പാടില്ല. ഫയലുകൾ അല്ലെങ്കിൽ പേപ്പറുകൾ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അതിൻ്റെ ഒരു ഫസ്റ്റ് ആക്ഷൻ എടുത്ത് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. SRO രജിസ്റ്റർ ഏത് ഫോമിലാണ്? SRO രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ആൻഡ് ഓർഡേഴ്സ്. SRO സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ആൻഡ് ഓർഡേഴ്സ് എന്ന് പറയുന്ന SRO രജിസ്റ്റർ ഏത് ഫോമിലാണ്? അത് ഫോം 17 17. അടുത്ത ചോദ്യം, ഫെയർ കോപ്പി സെഷനിൽ ലഭിക്കുന്ന പേപ്പറുകൾ എത്ര മണിക്കൂറിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം? 24 മണിക്കൂർ. അത് നമ്മൾ പറഞ്ഞതാണ്. ഫെയർ കോപ്പി സെഷനിൽ ലഭിക്കുന്ന പേപ്പറുകൾ 24 മണിക്കൂറിനുള്ളിൽ കോപ്പി എടുക്കണം, അയക്കണം. അതാണ്. കാരണം ഫൈനൽ ഡിസ്പോസൽ കഴിഞ്ഞ പേപ്പർ അത്. ആ പേപ്പറിൽ പിന്നെ തീരുമാനം എടുക്കാൻ വേറെ ഒന്നുമില്ല. കോപ്പി എടുക്കുക, അയക്കുക. അതാണ് ഇഷ്യൂ. ഇപ്പൊ ഇഷ്യൂ എത്ര മണിക്കൂറിനുള്ളിൽ ചെയ്യണം? 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. എല്ലാ ജീവനക്കാരും ദിവസവും ഓഫീസിൽ എത്തേണ്ട സമയം 10 മണി, രാവിലെ 10 AM ആണ്. ഓഫീസ് അറ്റൻഡന്റുമാർ ഓഫീസിൽ എത്തേണ്ട സമയം 9:30, 9:30 AM ആണ്. അതായത് ദിവസവും 1 മണിക്കൂർ വീതം വൈകി എത്തിയാൽ എത്ര തവണ വൈകി എത്തുന്നതിന് 1 ദിവസത്തെ ക്യാഷ് ലീവ് തുല്യമാവും? 3 തവണ വൈകി എത്തിയാൽ 1 ദിവസത്തെ ക്യാഷ് ലീവ് പോകും. ഓഫീസ് അറ്റൻഡർമാർ ആരുടെ നിയന്ത്രണത്തിലാണ്? സെക്ഷൻ സൂപ്രണ്ടിന്റെ നിയന്ത്രണത്തിലാണ് ഓഫീസ് അറ്റൻഡർമാർ, OAമാര്. കോൾ ബുക്കിന്റെ ഫോം ഏതാണ്? കോൾ ബുക്കിന്റെ ഫോം 14. വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ഉദ്യോഗസ്ഥർക്ക് എത്ര മണിക്കൂർ ഇടവേള ലഭിക്കും? 2 മണിക്കൂർ ഇടവേള ലഭിക്കും, 12:30 മുതൽ 2:30 വരെ. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്റർ പരിശോധിക്കുന്നതിനുള്ള ഷെഡ്യൂൾ ആര് നിശ്ചയിക്കും? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആ PR പരിശോധിക്കുന്നതിനുള്ള ഒരു ഷെഡ്യൂൾ നിശ്ചയിക്കുന്നത്. AO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. അടുത്ത ചോദ്യം, റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരുടെ ഉത്തരവാണ് വാർഷിക അടിസ്ഥാനത്തിൽ വാങ്ങേണ്ടത്? ഇപ്പോൾ റെക്കോർഡ് ഫയലുകൾ ഓരോ കാലാവധി കഴിയുമ്പോഴും നശിപ്പിക്കാം. പക്ഷെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലർക്ക് ബാക്കിയെല്ലാം കഴിഞ്ഞ കാലം കഴിഞ്ഞാന്ന് പറഞ്ഞ് എടുത്ത് വാരിയിട്ട് കത്തിക്കലല്ല അതിൻ്റെ നടപടിക്രമം. അതിന് ഓഫീസ് മേധാവിയുടെ ഉത്തരവുള്ളതിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, പ്രത്യേക നിർദ്ദേശങ്ങൾ ഒന്നുമില്ലെങ്കിൽ എല്ലാ ഫെയർ കോപ്പികളും എത്ര സ്പേസിൽ ടൈപ്പ് ചെയ്യണം? ഇപ്പൊ സാധാരണഗതിയിൽ ടൈപ്പിംഗ് നമ്മൾ പറയാറുണ്ട്, പ്രത്യേക നിർദ്ദേശം ഒന്നും ഇല്ലെങ്കിൽ സിംഗിൾ സ്പേസ് ടൈപ്പിംഗ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സിംഗിൾ സ്പേസ് ടൈപ്പിംഗ് ആണ്. അടുത്ത ചോദ്യം, തപാലുകൾ തപാൽ മാർഗമോ ദൂതം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? തപാലുകൾ സെക്ഷനിലേക്ക് കിട്ടുന്ന ആരിൽ നിന്നാ? ശരിക്കും തപാൽ ക്ലർക്കിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, കറന്റും എൻക്ലോഷറുകളും താഴെ ക്രമീകരിച്ച് പഞ്ചിൽ
ഹോൾസ് ഇട്ട് അതിലൂടെ ടാഗ് കടത്തിവിടുന്ന പ്രക്രിയയാണ് ടാഗിങ് എന്ന് പറയും. നമുക്കറിയാം ഓഫീസിൽ സാധാരണഗതിയിൽ സ്റ്റാപ്ലർ അടിക്കരുതെന്നും മുട്ടുസൂചി അല്ല ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെയാണ് പറയാം. നമ്മൾ എപ്പോഴും ടാഗ് ചെയ്യണം എന്നാ പറയാ. കെട്ടുക, നൂലിട്ട് കെട്ടുകയാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ കറണ്ടിൻ്റെ ഒരു അപേക്ഷയാണ് അപേക്ഷ. അത് അതിനോടെ അടിയിൽ അതുമായി ബന്ധപ്പെട്ട എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ മലയാളം കൂട്ടിച്ചേർക്കലുകൾ, അതായത് ഉൾച്ചേർപ്പ് എന്നൊക്കെ പറയും. ആ ഉൾച്ചേർപ്പും കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൂലയ്ക്ക് ഒരു ഹോൾ ഇടും. ഹോൾ ഇട്ടിട്ട് അതിലൂടെ നൂല് കടത്തി ടാഗ് കടത്തി വിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? അതാണ് ടാഗിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേപ്പറുകളെല്ലാം അടുക്കി വെച്ച് അപേക്ഷയും ഉൾച്ചേർപ്പുകളും അടുക്കി വെച്ച് ഇടതുവശത്തെ ഏറ്റവും ടോപ്പ് ഫോർത്ത് മൂലയിൽ ഒരു പഞ്ചിങ് നടത്തി ഹോൾസ് ഇട്ട് ടാഗ് കടത്തി വിടുന്ന പ്രക്രിയ. അടുത്ത ചോദ്യം. ഓഫീസിൽ കറണ്ടും എൻക്ലോഷറുകളും പഞ്ച് ചെയ്യുമ്പോൾ ഏത് മൂലയിലാണ് ചെയ്യേണ്ടത്? ഇടതുവശത്തെ മുകൾ മൂലയിൽ അല്ലേ? ഞാൻ പറഞ്ഞത് അതാണ്. ഓക്കെ. തീർപ്പാക്കാത്ത കേസിനെ സംബന്ധിച്ചുള്ള ഒരു കറണ്ട് ബന്ധപ്പെട്ട ക്ലർക്ക് ഏത് ഫയലിലാണ് ചേർക്കേണ്ടത്? തീർപ്പാക്കാത്ത കേസാണെങ്കിൽ കറണ്ട് ഫയലിൽ ചേർക്കണം ഒരു പേപ്പർ. അടുത്ത ചോദ്യം. സെക്ഷനിൽ നിന്നും സമർപ്പിക്കപ്പെടുന്ന കുറിപ്പുകളിൽ ഉത്തരവ് നൽകാനുള്ള അധികാരം ആർക്കാണ്? ഇവിടെ കൊടുത്തതിൽ ഗസറ്റഡ് ഓഫീസറാണ്. ഹെഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ, ഒരു കൺസേൺഡ് ഓഫീസർ ആർക്കാണോ ഉത്തരവ് നൽകാനുള്ള അധികാരം അയാളാണ്. ഇവിടെ കൊടുത്തതിൽ ഗസറ്റഡ് ഓഫീസർ എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഒരു കറണ്ട് ഫയലിന്റെ തുടക്കത്തിൽ ചേർക്കുന്ന ഫ്ലൈ ലീഫിന്റെ നിറം ഏതാണ്? കറണ്ട് ഫയൽ കേട്ടോ, നമ്മൾ നോട്ട് ഫയലിന്റെ പഠിച്ചതാ. നോട്ട് ഫയലിന്റെ ഫ്ലൈ ലീഫിന്റെ നിറം എന്താ? മഞ്ഞയാണ്. ആ പുറംചട്ടയുടെ പേപ്പർ, ഏറ്റവും മുകളിൽ വെക്കുന്ന പേപ്പറിന്റെ നിറം നോട്ട് ഫയൽ ആണെങ്കിൽ മഞ്ഞയാണ്. ഇവിടെ ചോദ്യം കറണ്ട് ഫയലാണ്. കറണ്ട് ഫയലിന്റെ നിറം എന്ന് പറയുന്നത് ഏത് നിറമാണ്? നീല നിറമാണ്. കറണ്ട് ഫയലിന്റെ നീല നിറത്തിലുള്ള ഫ്ലൈ ലീഫാണ് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, മാറിപ്പോകരുത്. അടുത്ത ചോദ്യം. ഒരു റഫറൻസ് വലിയൊരു വോള്യത്തിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് എത്ര ഭാഗം ഉൾപ്പെടുത്തണം? ഒരു റഫറൻസ് നമ്മൾ എടുക്കണം, വലിയൊരു വോള്യം ബുക്കിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു വലിയ പുസ്തകത്തിൽ നിന്നോ ഒരു വോള്യത്തിൽ നിന്നോ വിവരങ്ങൾ എടുക്കുമ്പോൾ മുഴുവൻ വോള്യവും ഫയൽ വെക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആവശ്യമായ ഭാഗം മാത്രം എടുക്കുക റഫറൻസ് ആയിട്ട്. അടുത്ത ചോദ്യം. നോട്ട് ഫയലിൽ കറണ്ട് ഫയലിൽ നിന്ന് എങ്ങനെയെല്ലാം ആയിരിക്കും പേജുകൾ, എങ്ങനെയായിരിക്കും നമ്പർ ഇടുക? അത് നമ്മൾ പറഞ്ഞ നോട്ട് ഫയലും കറണ്ട് ഫയലും സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ഇടണം. അടുത്തത്. കറണ്ട് ഫയലിലെ പേപ്പറുകൾ മുകളിൽ നിന്ന് താഴേക്ക് ഏത് ക്രമത്തിലാണ് ക്രമീകരിക്കേണ്ടത്? അതാ വന്ന ക്രമത്തിലാണ്, ക്രോണോളജിക്കൽ ഓർഡറിലാണ് ക്രമീകരിക്കേണ്ടത്. അതായത് കാലക്രമത്തിൽ, ക്രോണോളജിക്കൽ ഓർഡർ ആണ്. അപ്പോൾ അത് ഓരോ കാലക്രമം അനുസരിച്ച് പേപ്പർ അടുക്കുമ്പോൾ ഫയൽ പരിശോധിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ്. ഈ ഡേറ്റ്, അടുത്ത ഡേറ്റ്, അങ്ങനെയുള്ള ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കണം. അടുത്ത ചോദ്യം. മുൻകാല കത്തിടപാടുകൾ ഫയലിലേക്ക് ചേർക്കുന്ന പ്രക്രിയ എന്താണ്? മുൻകാല കത്തിടപാടുകൾ ഫയലിലേക്ക് ചേർക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ റഫറൻസിങ് എന്ന് പറയുന്നത്. ഇത് വരാത്ത ചോദ്യമാണ്. മുൻകാല കത്തിടപാടുകൾ ഫയലിലേക്ക് ചേർക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റഫറൻസിങ്. ഓക്കെ. അടുത്ത ചോദ്യം. രണ്ട് ഫയലുകൾ ലിങ്ക് ചെയ്യുമ്പോൾ റഫറൻസിനായി വെക്കുന്ന ഫയൽ എവിടെയായിരിക്കണം? രണ്ട് ഫയൽ ലിങ്ക് ചെയ്തു, അതിൽ ഒരു ഫയൽ റഫറൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ റഫറൻസിന് വേണ്ടി വെക്കുന്ന ഫയൽ താഴെയായിരിക്കണം. അപ്പോൾ താഴെ ഉപഫയൽ ആയിരിക്കുമല്ലോ. റഫറൻസിന് വെക്കുന്ന ഫയൽ ഒരു ഉപഫയൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് പ്രധാന ഫയലിന് താഴെയായിരിക്കണം അത് വെക്കേണ്ടത്. അടുത്ത ചോദ്യം. ഒരിടത്ത് വെച്ചിരിക്കുന്ന തീർപ്പാക്കാത്ത രണ്ട് ഫയലുകളിൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് റഫർ ചെയ്യേണ്ടി വരുമ്പോൾ ആ പ്രക്രിയയെ എന്തെന്ന് വിളിക്കുന്നു? ഒന്നിനെ മറ്റൊന്നിലേക്ക് റഫർ ചെയ്യേണ്ടി വരുമ്പോൾ അതിനാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ലിങ്കിങ് ഫയൽ എന്ന് പറയും. അപ്പോൾ ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഫയലുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുമ്പോൾ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലിങ്കിങ് എന്ന് പറയുന്നത്. ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഫയലുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുമ്പോൾ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ലിങ്കിങ് എന്ന് പറയുന്നു.
ഒരു ഫയൽ അടുത്ത ചോദ്യം, ഒരു ഫയലിലെ പേപ്പറിനെ മറ്റൊരു ഫയലിലേക്ക് റെഫർ ചെയ്യേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണ്? ഒരു ഫയലിലെ പേപ്പറിനെ മറ്റൊരു ഫയലിലേക്ക് റെഫർ ചെയ്യേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താ? അത് തമ്മിൽ ബന്ധമുള്ള ഫയലുകളായിരിക്കും എന്തായാലും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് ഫയലുകളും ലിങ്ക് ചെയ്യുക. അതായത് ഒരേ സമയം ഒന്നിലധികം ഫയലുകൾ ഒരേ വിഷയത്തിൽ പരിശോധിക്കേണ്ടി വരുമ്പോൾ അവയെ ലിങ്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.